ഇന്ന് നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തി എന്ന ഗ്രാമത്തിലാണ് കേട്ടോ. അവിടെ കൽപ്പാത്തിയിൽ രഥോത്സവം നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. സോ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല രഥങ്ങളൊക്കെ ഒരുപാട് അലങ്കരിച്ചിട്ട് അവിടുന്ന് രഥത്തെ എല്ലാവരും കൂടിയിട്ട് കയറിൽ കെട്ടി വലിക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ. വളരെ മനോഹരമായതും നല്ല ആൾക്കൂട്ടം ഉള്ളതുമായിരുന്നു. ഈ അമ്പലത്തിലെ മുഖ്യ പ്രതിഷ്ഠ പരമശിവനാണ് കേട്ടോ. ഈ കൽപ്പാത്തി തേരിന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ തന്നെ നമുക്ക് വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുന്ന അത്രയും എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കാണും കേട്ടോ. നമ്മൾ തിരഞ്ഞ് നമുക്ക് കണ്ടെത്താം. നല്ല നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ കറങ്ങി വെറൈറ്റി ഫുഡൊക്കെ എടുത്ത് പരീക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ കടയിലും ഓരോരോ വിഭവങ്ങളാണ് കേട്ടോ. അതെല്ലാം ഓരോ വെറൈറ്റി ഫുഡായിരുന്നു. ഇത് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. ബട്ടർ ഗുഡ്കാർഡ് എന്നാണ് അതിൻ്റെ പേര് ഞാൻ വായിച്ചത്. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഐസ്ക്രീം അതിൻ്റെ കൂടെ കുറേ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ആദ്യം കാണുമ്പോൾ എന്തൊക്കെയാണ് മിക്സ് ചെയ്യണ കണ്ടപ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നു തോന്നിയില്ല. പക്ഷെ അടിപൊളിയായിരുന്നു. പിന്നെ അവിടെ നമുക്ക് ഒരുപാട് കടകളൊക്കെ ഉണ്ട്. നല്ല അലുവക്കട, അതേമാതിരി ഡ്രസ്സ് വേണമെങ്കിൽ ഡ്രസ്സ് എടുക്കാൻ പറ്റിയ കട, ഒരുപാട് കുട്ടികൾക്കൊക്കെ പറ്റിയ നല്ല നല്ല കടകളൊക്കെ ഉണ്ട് കേട്ടോ. വില നല്ല കുറവാണ്. ഒരുപാട് കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ചുറ്റുമുണ്ട്. നമുക്ക് വേണ്ടതെല്ലാം വാങ്ങിയിട്ട് നല്ല ചീപ്പായിട്ട് തന്നെ വാങ്ങാൻ പറ്റും. ബാർഗെയിൻ ചെയ്ത് കുറച്ചും കൂടി കമ്മിയായിട്ട് കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഭയങ്കര ചുറ്റും നോക്കിയാൽ ഫുൾ ആൻഡ് ഫുൾ കളർഫുള്ളാണ്. ഭയങ്കര രസമാണ്. ചുറ്റും ഇങ്ങനെ ആരും അറിയാതെ ഇങ്ങനെ തിരക്കിനിടയിലൂടെ നടക്കാൻ നല്ല രസമാണ് കേട്ടോ. നമുക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഇവിടെ തന്നെ കിട്ടും കേട്ടോ. കുട്ടികൾക്ക് വേണ്ടുള്ള ഐറ്റംസാണ് കൂടുതൽ ഞാൻ കണ്ടത്. ബൊമ്മകളും വളകളും മാലകളൊക്കെ അടങ്ങുന്ന ഒരുപാട് വിഭാഗങ്ങളും ഒരുപാട് കടകളും ഉണ്ട്. നമുക്ക് വേണ്ടത് ഏത് രീതിയിൽ വേണമെങ്കിലും നല്ലത് നോക്കിയിട്ട് എടുക്കാം. പിന്നെ ഒരുപാട് ഫുഡിൽ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് തന്നെ ഒരുപാട് രാത്രിക്കുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം അവിടെ തന്നെ നിറയെ കഴിച്ചു കേട്ടോ. ഒരുപാട് ജ്യൂസ് ഐറ്റംസ് ആയിക്കോട്ടെ, കരിമ്പ് ജ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരുപാട് ഐറ്റംസ് അവിടെ തന്നെയുണ്ട്. പിന്നെ ഒരുപാട് ബലൂൺസും ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളെ കൊണ്ടുപോയാൽ അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഭയങ്കര രസമാണ്. ചുറ്റും നല്ല ഭംഗിയുള്ളതും ഒരു നൊസ്റ്റാൾജി ഉണർത്തുന്ന ഒരുപാട് കാര്യങ്ങളും ചുറ്റുപാടും ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അതെല്ലാം ഓരോന്ന് വാങ്ങി ചെറുതായിട്ട് കഴിച്ചിട്ടൊക്കെ അങ്ങനെ ആ തെരുവിലൂടെ അങ്ങനെ നടക്കുകയായിരുന്നു. അവിടെ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ. പർച്ചേസിന് നല്ല വിലക്കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഇഷ്ടമുള്ളതൊക്കെ വാങ്ങി അതിൻ്റെ കൂടെ തന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരുപാട് ചോളവും കാര്യങ്ങളും കാളനും ആയിക്കോട്ടെ കടല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കഴിച്ചത് ചോളമാണ്. ഫ്രണ്ട്സൊക്കെ കൂടെ പോയപ്പോൾ അവർ കടലയും കാര്യങ്ങളൊക്കെ വാങ്ങി. ഒരുപാട് അലുവ കടകളൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് അലുവയുണ്ട്. സോ അവിടുന്ന് കുറച്ച് അലുവയും വാങ്ങിയിട്ടോ. നമുക്ക് പോയ ഉടനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അലുവയെല്ലാം തുണ്ട് തരും. നമുക്ക് ഇഷ്ടപ്പെട്ടത് ഏതാ വെച്ചാൽ അത് വാങ്ങിയെടുക്കാം കേട്ടോ. അതൊരു ഗുണമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് മാറ്റിയിട്ട് വേറെ ചൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ കൽപ്പാത്തിയുടെ സമയത്ത് നമുക്ക് ഒരുപാട് സെറാമിക്സ് പ്ലേറ്റുകൾ, ഭരണികൾ, അതേമാതിരി നമ്മൾ കാർത്തിക വിളക്ക് തുടങ്ങിയ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. സോ നമ്മൾ കാർത്തികയ്ക്ക് വിളക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ഇവിടുന്ന് വാങ്ങുന്നത് കണ്ടു. നല്ല ചീപ്പായിട്ട് തന്നെ കിട്ടും. 100 എടുക്കുമ്പോൾ കുറച്ച് നല്ല വില കമ്മിയിൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. സോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ പോയി നിറയെ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. പിന്നെ ചുറ്റും ഒരുപാട് അമ്പലങ്ങൾ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഓരോ അമ്പലത്തിലും ഓരോ തേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ 3 തേരുകൾ ഇങ്ങനെ ഓരോ അമ്പലത്തിൽ നിന്നും വരുന്നിട്ട് ഒരേ സ്ഥലത്ത് ഒന്നിച്ചെത്തും കേട്ടോ. സോ അത് കാണാൻ പറ്റിയില്ല. ഞങ്ങൾ തേരൊക്കെ വലിച്ച ശേഷമാണ് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ തേരൊക്കെ ഓരോ സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടതാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ നല്ല തിരക്കുള്ള സമയമാണ് കേട്ടോ. അത് നമുക്ക് ഈ അമ്പലത്തിൽ തേര് കഴിഞ്ഞാൽ കൂടി ഒരാഴ്ച ഈ തേരും അതേമാതിരി തന്നെ ചുറ്റുമുള്ള കടകളും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വന്ന് സാധനങ്ങൾ വാങ്ങാവുന്നതാണ് കേട്ടോ. ഇത് തേര് കഴിഞ്ഞ ഉടനെ എല്ലാം പോവില്ല. 1-2 ആഴ്ച അവിടെ തന്നെ സ്റ്റേ ഉണ്ടാവും. സോ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ നിറയെ ഒരാഴ്ചയോളം ഉണ്ടാവുമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സോ ഇത് നല്ല പണ്ടത്തെ പഞ്ഞിമിഠായി ആണെന്നാണ് കേട്ടോ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ. ഞാൻ വാങ്ങിയില്ല, പക്ഷെ കാണുമ്പോൾ ഒരു പണ്ടത്തെ നൊസ്റ്റാൾജി ഫീൽ അടിക്കുന്നുണ്ട് തോന്നുന്നു. കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തോ. പണ്ടത്തെ പഞ്ഞിമിഠായി തന്നെയല്ലേ ഇതെന്ന്.